രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിഷയങ്ങളിലും അതേ തുടർന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബലാത്സംഗ കേസുകളിലും ഇരയായ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് മാധ്യമങ്ങളും ഇടത് സൈബർ പ്രൊഫൈലുകളും കള്ളക്കണ്ണീരൊഴുക്കുന്നുണ്ട്. രാഹുൽ എന്ന യുവരാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നതിനും കോൺഗ്രസിനെയും UDFിനെയും അതിൻ്റെ പേരിൽ പ്രതിരോധത്തിലാക്കുന്നതും മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരം നെറികെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് എന്ന വാസ്തവം കേരളം തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ കൂടി സൂചനയാണ് ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായിട്ടുള്ള മിന്നും വിജയം എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വിജയം ഉണ്ടാകുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പങ്ക് എന്ത് എന്നതിനേക്കാൾ ഉപരിയായി രാഹുൽ മാങ്കൂട്ടം വിവാദം ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ ശ്രമിച്ച CPMനും ഇടതുമുന്നണിക്കും NDAയ്ക്കും ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ഫലം എന്നുകൂടിയാണ് വിലയിരുത്തുവാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ വേട്ടയാടിയ മാധ്യമങ്ങൾക്കും ഇടതു വ്യാജ സൈബർ പ്രൊഫൈലുകൾക്കുമുള്ള തിരിച്ചടിയാകുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥിയുടെ വിജയവാർത്തയാണ്. ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDFിൽ പരമ്പരാഗതമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. യുവ UDF സ്ഥാനാർത്ഥിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത് CPIയുടെ ടിക്കറ്റിലായിരുന്നു. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ റിസർവേഷൻ സീറ്റായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് 5000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിച്ച ശ്രീനാദേവിയെ CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന രാഷ്ട്രീയ മുന്നണി അക്ഷരാർത്ഥത്തിൽ ഒതുക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. CPIയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന AP ജയൻ്റെ അവിഹിത ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അയാളുടെ അധാർമികമായ പ്രവർത്തന രീതികൾ, ഇതെല്ലാം തെളിവ് സഹിതം CPI സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തിച്ചതോടെ ശ്രീനാദേവിയെ അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് വാക്ക് നൽകിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് പോലും മാറ്റി നിർത്തി. ഇതിന് തൊട്ടു പിന്നാലെ വധശ്രമമടക്കമുള്ള കള്ളക്കേസുകൾ ഇവരുടെ തലയിൽ കെട്ടിവെച്ച് വലിയ രാഷ്ട്രീയ വേട്ടയ്ക്കാണ് ഇവരെ വിധേയയാക്കിയത്. എന്നിരുന്നാൽ പോലും അവസാന നിമിഷം വരെ CPIയിൽ പിടിച്ചു നിൽക്കുവാൻ ഇവർ ശ്രമിക്കുകയുണ്ടായി. പിന്നീട് ശ്രീനാദേവിയെ കേരളം അറിയുന്നത് അവർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ ശ്രീനാദേവിയെ ഒരു പ്രമുഖ മാധ്യമത്തിൽ നിന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഫോൺ വിളിച്ച് നിങ്ങളും രാഹുലിൻ്റെ ഇരയായതായി ഞങ്ങൾക്കറിയാം, ധൈര്യമായി ഈ കഥകൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളൂ എന്ന് പറയുകയാണ് ഉണ്ടായത്. ഈ മാധ്യമം ഏതാണെന്ന് ആദ്യഘട്ടത്തിൽ അവർ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് CPIയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ ഇത് റിപ്പോർട്ടർ TV ആണെന്നും ശ്രീനാദേവി വെളിപ്പെടുത്തുകയുണ്ടായി. ഏതൊക്കെയാണെങ്കിലും രാഹുലിനെയും ശ്രീനാദേവിയെയും കൂട്ടിപ്പിടിച്ച് നിറം പിടിപ്പിച്ച കഥകൾ പിന്നീട് അങ്ങോട്ട് റിപ്പോർട്ടർ TVയും അവരുടെ ഉപജാപകങ്ങളായി പ്രവർത്തിക്കുന്ന നിരവധി സൈബർ CPM പ്രൊഫൈലുകളും വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവി കുഞ്ഞമ്മയും തമ്മിൽ അവരുടെ വീട്ടുകാരറിഞ്ഞ് ഒരു ബ്രോക്കറുടെ മധ്യസ്ഥതയിൽ ഒരു കല്യാണാലോചന നടന്നിട്ടുണ്ടായിരുന്നു എന്നത് മാത്രമാണ് വസ്തുത. ഇക്കാര്യങ്ങൾ പകൽ പോലെ സത്യമായിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ, അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ, യുവരാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവശുദ്ധിക്ക് മേൽ കളങ്കം ചാർത്തുവാനായി രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നതിനുള്ള ഒരു ഉപകരണമായി ഇവരെ ചിത്രീകരിച്ചുകൊണ്ട് രാഹുലിൻ്റെ അടുപ്പക്കാരി, രാഹുലിൻ്റെ കാമുകി, രാഹുലിൻ്റെ ഇര എന്നീ നിലകളിൽ ഇവരെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തത്. ഏതൊക്കെയാണെങ്കിലും ഇതിനെല്ലാം പിന്നിൽ നിന്ന് ചരട് വലിച്ചതിന് പിന്നിൽ CPIയുടെ പത്തനംതിട്ട ജില്ലയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന AP ജയന് വ്യക്തമായ പങ്കുണ്ടെന്ന് ശ്രീനാദേവി തന്നെ പലവട്ടം ആരോപിച്ചിട്ടുണ്ട്. ശ്രീനാദേവിക്കെതിരെ, അവരുടെ സ്വഭാവശുദ്ധിക്കെതിരെ ഏറ്റവും നിന്ദ്യമായ ആരോപണങ്ങൾ ഉയർത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ രാജൻ ജോസഫിനെതിരെ ശ്രീനാദേവിയും മാതാപിതാക്കളും രേഖാമൂലം പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കുവാൻ കൂട്ടാക്കിയില്ല. എന്നാൽ വിട്ടുവീഴ്ചയില്ലാതെ അവർ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി രാജൻ ജോസഫിനെതിരെ കേസെടുക്കുകയും അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്യേണ്ട സാഹചര്യവും സംജാതമായി. ഇത്തരത്തിൽ ശ്രീനാദേവിക്കെതിരെ മുൻപ് ചുമത്തപ്പെട്ടിട്ടുള്ള കള്ളക്കേസുകളിലെല്ലാം തന്നെ അവർ കോടതിയെ സമീപിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് പുനരന്വേഷണത്തിനുള്ള അനുവാദം നേടിയും നിരപരാധിത്വം നേരത്തെ തന്നെ തെളിയിച്ചിട്ടുമുള്ളതാണ്. ഏതൊക്കെയാണെങ്കിലും CPIയുടെ പൊന്നാപുരം കോട്ടയായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ഇത്തവണ 2025 ശ്രീനാദേവി വീണ്ടും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ ഇറങ്ങുകയായിരുന്നു. UDFിലേക്കും കോൺഗ്രസിലേക്കും എത്തിയപ്പോൾ അവർക്ക് കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു ഡിവിഷൻ കോൺഗ്രസും UDFും വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഞാൻ പള്ളിക്കലിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്നെ വിലയിരുത്തട്ടെ എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ CPIയുടെ ശക്തി കേന്ദ്രമായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് തന്നെ ശ്രീനാദേവി വീണ്ടും മത്സരത്തിനിറങ്ങിയത്.
ശ്രീനാദേവിയുടെ പരാജയം അതിനാൽ തന്നെ റിപ്പോർട്ടർ ടിവിയും ഇടത് സൈബർ പ്രൊഫൈലുകളും ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ശ്രീനാദേവിയുടെ പരാജയം പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടിവിയിൽ സുജയ പാർവതി ഗംഭീരമായി തോറ്റു എന്ന പ്രഖ്യാപനം നടത്തുന്നതും ഇന്ന് കേരളം കണ്ടു. പക്ഷേ യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ CPIയുടെ പൊന്നാപുരം കോട്ടയിൽ നിന്നും 5000-ലധികം വോട്ടുകൾക്ക് 2020 താൻ CPIക്ക് വേണ്ടി വിജയിച്ച മണ്ഡലത്തിൽ നിന്ന് ആ 5020 വോട്ടുകളെയും മറികടന്നുകൊണ്ട് 159 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ കോൺഗ്രസ് നേതാവ് വിജയിച്ചു കയറുകയായിരുന്നു. ഇത് കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലും താക്കീതുമാണ്. ജനങ്ങളാണ് ഈ ഓർമ്മപ്പെടുത്തലും താക്കീതും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നൽകുന്നത്. കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറയുവാൻ ശ്രമിച്ചാൽ ഏത് പൊന്നാപുരം കോട്ടയും തകർത്ത് തങ്ങൾ ആ സ്ത്രീക്കൊപ്പം നിലകൊള്ളുമെന്ന നിലപാടാണ് ജനങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇത്തവണ വിജയിച്ചു കയറിയത്. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രമാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരവും UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയെ CPIയും ഇടതുപക്ഷവും അവർക്ക് നിഷേധിച്ചിട്ടുള്ള പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് UDF പരിഗണിക്കുമോ എന്നുള്ളത്. എന്താണെങ്കിലും ഒരു കാര്യം ഇവിടെ വസ്തുനിഷ്ഠമായി നമുക്ക് പറയാൻ സാധിക്കും. ഇത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിജയമല്ല, നേരെ മറിച്ച് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഇതാരുടെ പരാജയമാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പെൺവേട്ടയ്ക്കിറങ്ങുന്ന CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അവരെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകളുടെയും അവർക്ക് കുടപിടിക്കുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെയും തക്കതായ പ്രതിഫലം ലഭിക്കുകയും അധികാരികളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വൃത്തികെട്ട രാഷ്ട്രീയ നീക്കത്തിനും തങ്ങൾ ഇറങ്ങിത്തിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന റിപ്പോർട്ടർ TV പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ കൂടി പരാജയമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ വിജയം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള അവരുടെ പരാജയം എന്ന് പറയുന്നത് കേവലം ഒരു സീറ്റിലെ പരാജയമല്ല, നേരെ മറിച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ CPIക്ക് ഇതോടുകൂടി ജനപ്രതിനിധികൾ ഇല്ലാതായിരിക്കുകയാണ്. AP ജയൻ എന്ന കൊടും വിഷത്തെ ബിനോയ് വിശ്വം എന്ന സംസ്ഥാന സെക്രട്ടറി കുടചൂടി പൊന്നുപോലെ കൊണ്ടു നടക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്നാണ് CPIക്കാർ തന്നെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചത് കൃത്യമായി CPI അനുഭാവികളുടെ കൂടി വോട്ട് നേടിയിട്ടാണ് എന്ന വസ്തുതയും നാം മറന്നു പോകരുത്. ഇത് പത്തനംതിട്ടയിലെ മാത്രം ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലയിടത്തും UDFന് മിന്നും വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ ആത്മാർത്ഥതയുള്ള അണികളുടെ കൂടി വോട്ട് നേടിയിട്ടുള്ള ഒരു വിജയമാണെന്ന് CPMും പിണറായി വിജയനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവുമെല്ലാം തിരിച്ചറിയേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ CPMനേക്കാൾ ശക്തിയുള്ള ചില പ്രദേശങ്ങളുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. അതിനാൽ തന്നെ അത്തരമൊരു ശക്തി കേന്ദ്രത്തിലാണ് ഇത്തരം കനത്ത പരാജയമുണ്ടായിട്ടുള്ളത്. AP ജയൻ്റെ രാഷ്ട്രീയ ഭാവി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ വിജയത്തോടുകൂടി അവസാനിച്ചുവെന്നും ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലടക്കം AP ജയൻ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പുതിയ ഭരണസമിതി, അതായത് UDFൻ്റെ ഭരണസമിതി അന്വേഷണം നടത്തുകയും AP ജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് കപടവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശയാണ്. ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ വിജയം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇടത് സൈബർ പ്രൊഫൈലുകളുടെയും അവർക്ക് കൂട്ടുനിന്ന മാധ്യമങ്ങളുടെയും മുഖത്ത് ജനം നൽകിയ തിരിച്ചടി തന്നെയാണ്. ഈ ചിന്തകൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ വിശകലനം നടത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.